MLA ശ്രീ ദീപക് ജോയ്, സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ റീജ, പ്രിയമുള്ള എറണാകുളം പോലീസ് കമ്മീഷണർ ശ്രീ കാൽരാജ് മഹേശ്വർ IPS, കണയന്നൂർ SNDP യൂണിയൻ്റെ ചെയർമാൻ എൻ്റെ സുഹൃത്തുമായ ശ്രീ മഹാരാജ ശിവാനന്ദൻ, ആദരണീയനായ ജസ്റ്റിസ് ശ്രീ PS ഗോപിനാഥൻ അവർകൾ, ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൂബൻ ജോൺ, നമ്മുടെ വൈക്കം MLA എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജൻ ശ്രീ ദിനേഷ് കുമാർ, പ്രിയമുള്ള അഡ്വക്കേറ്റ് തവമണി, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് അനിൽകുമാർ, ശ്രീ സൂരജ്, ശ്രീമതി സുജ ബാബു, കരുനാഗപ്പള്ളി SNDP യൂണിയൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സുശീലൻ, സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്ത് സോമരാജൻ, വേദിയിലെ സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് SNDP HS ഉദയംപേരൂരിൽ ഓപ്പറേഷൻ തുഫാൻ ഉണർവെന്ന പദ്ധതിയിൽ പങ്കെടുക്കാൻ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഹൈസ്കൂളിന് വലിയ ചരിത്രമുള്ള ഒരു ഹൈസ്കൂളാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ളൊരു വിദ്യാലയം എന്ന നിലയിൽ ഈ നാടിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ ഉള്ള അവസരമാണ് SNDP യോഗത്തിന് നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ഒരു വിദ്യാലയത്തിൽ ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന ഗുരുവിൻ്റെ അരുളിപ്പാടുകൾ ലഹരിക്കെതിരായ വലിയ ഒരു മുന്നറിയിപ്പാണ്. നമ്മളാരും ഇതൊന്നും ആലോചിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ലഹരിക്കെതിരായ ഏറ്റവും വലിയ ആഹ്വാനം കേരളീയ സമൂഹത്തിന് നൽകിയത് എന്ന് നമ്മൾ ഓർക്കണം. ലഹരി വിമുക്തമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ പുതിയ തലമുറ മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഓപ്പറേഷൻ തുഫാനിലൂടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ലഹരിയുടെ അടിമത്തത്തിൽ നിന്നൊരു മോചനം, ആത്മശുദ്ധിയും ബോധോദയം നേടാനുള്ള ആഹ്വാനമാണ് ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടിച്ച് ശക്തരാകാനും നമുക്ക് നൽകിയ സന്ദേശം തീർച്ചയായും പുതിയ തലമുറ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ലഹരിയില്ലാത്ത ആരോഗ്യപരമായ ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നത് ഗുരുദേവന്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ആവശ്യപ്പെട്ടത് നമ്മളുടെ സാമൂഹ്യ പുരോഗതിക്ക് അത് അനിവാര്യമായതുകൊണ്ടായിരുന്നു. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അടിമത്തമുണ്ടാകില്ല. അപ്പം മനുഷ്യരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ആവശ്യപ്പെട്ടത്. വിവേകമുള്ള ഒരു മനുഷ്യനും മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് തൻ്റെ
ബോധമണ്ഡലത്തെ മരവിപ്പിക്കില്ല എന്നാണ് ഗുരുദേവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മയക്കുമരുന്നുകൾ ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ അതെപ്പോഴും ഉപയോഗിക്കണമെന്നുള്ള ചിന്തയുണ്ടാകും. അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കും, നമ്മുടെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ലഹരി മാഫിയയുടെ വേരറക്കാൻ കേരള പോലീസ് നടത്തിവരുന്ന ഏറ്റവും സുപ്രധാനമായ പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്നുള്ളത്. ഉദയംപേരൂർ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ഉണർവെന്ന പേരിൽ ഈ ഓപ്പറേഷൻ തുഫാനുമായി സഹകരിച്ചതിന് കേരള സർക്കാരിന് വേണ്ടി നിങ്ങളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ലഹരിയുടെ ഇരുട്ടിൽ നിന്ന് ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ പുതിയ തലമുറ നടത്തേണ്ടത്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവരാണ് നാളത്തെ രാജ്യത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കേണ്ടത്. അവരുടെ ഭാവി മാത്രമല്ല, സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാഗധേയം നിർണയിക്കേണ്ടത് ഈ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള സ്ഥലമാണ് ഉദയംപേരൂർ. ഞാൻ ഏതാണ്ട് 15 വർഷത്തോളം കോട്ടയത്ത് MP ആയിരുന്നു. ഉദയംപേരൂർ കഴിഞ്ഞാൽ വൈക്കമാണ്. അപ്പോൾ ഈ നാടുമായി എനിക്ക് വളരെയേറെ ബന്ധമുള്ള ഒരാളാണ്. 16-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയിലെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചരിത്ര പ്രസിദ്ധമായ ഉദയംപേരൂർ സുന്നഹദോസ് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. കേരളത്തിൻ്റെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒന്നാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഇന്ന് ആ ചരിത്ര പാരമ്പര്യമുള്ള ഈ പ്രദേശത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് നാം തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ യുവതലമുറയെ ലഹരിയുടെ ചങ്ങലക്കെട്ടിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിമയായി മാറാൻ പാടില്ല. അവരെ അതിനെ പ്രേരിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ട്. ഇന്ന് അവരിൽ നിന്നാണ് നമുക്ക് ചെറുപ്പക്കാരെ മോചിപ്പിക്കേണ്ടത്. 3200 വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ ജാഗ്രതാ ദീപം തെളിയിക്കുന്നത് കേവലം ഒരു ചടങ്ങല്ല, അത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുഖ്യമായ ഒരു പ്രവർത്തനമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തുഫാനുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നവരുടെ ഫോണൊക്കെ പോലീസ് സ്വാഭാവികമായി പരിശോധിക്കും. അപ്പം ലഹരി മാഫിയ പറയുന്നത് ഒരു ഗവൺമെൻറ് വന്നതല്ല ഉള്ളോ, അതിൻ്റെ ഒരു ആരംഭശൂരത്വമാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ വിൽപ്പന നിർത്തണം, അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. കുറേ കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് ഇത് നിർത്തും, അപ്പം നമുക്ക് വിൽപ്പന വീണ്ടും ആരംഭിക്കാം. ഞാനവർക്ക് ലഹരി മാഫിയയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ കേരള പോലീസ് ഈ ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോകും. ഇത് ഞങ്ങളിപ്പോൾ ആരംഭിച്ച് ഇന്ന് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് നാളെ 50ാമത്തെ ദിവസമാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ട്. ഈ പദ്ധതി മുന്നോട്ട് പോകും. കേരളത്തിൽ കൊച്ചുകുട്ടികളുടെ ബോധമണ്ഡലത്തെ തകർക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, അതുപോലെ മിഠായികൾ, ഇതെല്ലാം അവർ ഉണ്ടാക്കുകയാണ്. ലഹരി മുട്ടായികൾ ഇന്നലെ പത്രത്തിൽ കണ്ടില്ലേ ലഹരി മുട്ടായി പിടിച്ചത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ലഹരിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൂൾ ലിപ്സ് പോലെയുള്ള സാധനങ്ങൾ,
ഇതെല്ലാം വ്യാപകമായി ഇവരുണ്ടാക്കുകയാണ്. ഇത് പിടിച്ചേ മതിയ, ഇത് പോലീസ് നിർദാക്ഷിണ്യം. ഒരു സംശയം വേണ്ട, ഇത് ആര് വിറ്റാലും ആരുപയോഗിച്ചാലും മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുത്താലും കേരള പോലീസിന്റെ കണ്ണ് അവരിലുണ്ടാകും. നിയമത്തിന്റെ വിലങ്ങ് അവരുടെ കൈകളിൽ വീഴും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ കാര്യത്തിൽ കേരള പോലീസിനുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് അധ്യാപകരോട് ഒരു വാക്ക് പറയാനുണ്ട്, രക്ഷകർത്താക്കളോടൊരു വാക്ക് പറയാനുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവരിലെന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് അധ്യാപകർ ശ്രദ്ധിക്കണം, രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. അവരിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കണം. കാരണം ഈ ലഹരി മാഫിയ കുഞ്ഞുങ്ങളെയാണ് ആദ്യം ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിൽ തന്നെ അവരെ പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ സ്കൂളുകളുടെ തൊട്ടടുത്ത് ഒരിടത്തും പുകയില ഉൽപ്പന്നങ്ങൾ കടകളിൽ വിൽക്കാൻ പാടില്ല. ആര് വിറ്റാലും നിങ്ങൾ പോലീസിനെ അറിയിക്കണം. ലഹരി പദാർത്ഥങ്ങൾ സ്കൂളിൻ്റെ മുന്നിൽ വിൽക്കുന്ന ആരാണെങ്കിലും അവരെ തടയും. ഇന്ന് കേരളത്തിൽ ഈ പദ്ധതി ആരംഭിച്ച ശേഷം ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 7000-ലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 6500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 70 മുതൽ 80 കോടി രൂപ വരെയുള്ള മാരകമായ മയക്കുമരുന്നുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ കൊച്ചു കേരളത്തിൽ ലഹരിയുടെ വ്യാപനം എത്ര വലുതാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ കുടുംബങ്ങളുടെ ഒരു പ്രത്യേകത, പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പൊ വീട്ടിൽ 1-2 പേര്, ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും. അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വരുന്നത്, അവർ ക്ഷീണിച്ചാ വരുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ മുറിയിൽ പോവും. അച്ഛനും അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. ഈ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. നമ്മുടെ അച്ഛനമ്മമാർ കുട്ടികളോട് സംസാരിക്കാറില്ല. പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങും. രാവിലെ വീണ്ടും ജോലിക്ക് പോവും, കുട്ടികൾ സ്കൂളിൽ പോവും. ഇത്തവണ +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടാത്തതിൻ്റെ പേരിൽ 9 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 9 കുട്ടികൾ എങ്ങനെ ആത്മഹത്യ ചെയ്തു? പരീക്ഷയെ തോറ്റാൽ അടുത്ത പരീക്ഷ എഴുതി ജയിക്കാം. അത് പറഞ്ഞു കൊടുക്കാൻ രക്ഷകർത്താക്കളോ അധ്യാപകരോ ഉണ്ടായിട്ട് കാണില്ല. അവർക്ക് മനോധൈര്യമില്ല. പരീക്ഷാ പേടി ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടണം. രക്ഷകർത്താക്കൾ കുട്ടികളെ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വഴിയിൽ തന്നെ മുട്ടായികൾ വാങ്ങിച്ചു കൊടുക്കരുത്. ആരെങ്കിലും കൊടുക്കുന്ന ഇത്തരം പദാർത്ഥങ്ങൾ കൊടുക്കാൻ പാടില്ല. കുട്ടികൾ ഇത് വാങ്ങിച്ച് കഴിക്കാനും പാടില്ല. കാരണം ഇതിനകത്തൊക്കെ ചതിക്കുഴികളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരി വിപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടിയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഇന്ന് കേരളം മുഴുവൻ പോലീസ് സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞു വരികയാണ്. കടലിലൂടെ, കരയിലൂടെ, ആകാശത്തുകൂടെ, റെയിലിലൂടെ എല്ലാം ലഹരി കേരളത്തിലേക്ക് വരികയാണ്. ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാലേ സാധ്യമാവുകയുള്ളൂ. നിങ്ങളെ സഹായിക്കാനാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ലോകകപ്പ് അവസാനിച്ചു. നിങ്ങൾ കണ്ടില്ലേ, ഫുട്ബോളിൽ ഫൗൾ സംഭവിച്ചാൽ റഫറി എന്ത് ചെയ്യും? റെഡ് കാർഡ് ഉയർത്തി കാണിക്കും. അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഫൈനലിൽ പോലും റെഡ് കാർഡ് ഉയർത്തി കാണിച്ചു. ഫൗൾ ചെയ്ത ആളുകളെ നിയന്ത്രിച്ചു. 100 കണക്കിന് കുട്ടികളെ സാക്ഷി നിർത്തി. നമ്മളെല്ലാവരും ഇന്നു മുതൽ ലഹരിക്കെതിരെ റെഡ് കാർഡ് ഉയർത്തിക്കാട്ടുകയാണ്. നോ ടു ഡ്രഗ്സ്. നോ പറയാൻ കഴിയണം. ആര് നിങ്ങളെ സമീപിച്ചാലും വേണ്ട, എൻ്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് പറയാനുള്ള ആത്മധൈര്യം ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
നമ്മുടെ നാട് ലഹരി മാഫിയയുടെ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിൽ സമൂഹം ഒരുമിച്ച് നിൽക്കണം. ഉണർവ് 2026 അതിൻ്റെ ഭാഗമാണ്. ചരിത്രമുറങ്ങുന്ന ഉദയംപേരൂരിന്റെ മണ്ണിൽ നിന്ന് ഈ സന്ദേശം ഉയരണം. ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച മഹത്തായ ലഹരിക്കെതിരായ സന്ദേശം. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ലഹരി വിൽക്കില്ല, ലഹരി വിൽക്കുന്നവരുമായി കൂട്ടുകൂടില്ല എന്ന സന്ദേശമാണ് നമുക്ക് ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ ഈ ഉദയംപേരൂർ SNDP HS പ്രിൻസിപ്പലിനെയും മറ്റധ്യാപകരെയും എല്ലാവരെയും എന്നെ ഈ ചടങ്ങിന് വരണമെന്ന് ക്ഷണിച്ച കരുനാഗപ്പള്ളി യൂണിയന്റെ പ്രസിഡന്റ് സുശീലിനും ജനറൽ സെക്രട്ടറിയുമാണ്. അവർ ഇവിടെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം ഈ പ്രദേശവുമായിട്ടുള്ള എൻ്റെ ബന്ധം അത്ര മാത്രമാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഓപ്പറേഷൻ തുഫാൻ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നെല്ലാവരും 17,000 സ്കൂൾ കുട്ടികളുമായി വിക്ടേഴ്സ് ചാനലിലൂടെ ഞാൻ സംവദിക്കുകയുണ്ടായി. 17,000 സ്കൂളുകളിലെ കുട്ടികളുമായി ഞാൻ സംസാരിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഈ മരണത്തിൻ്റെ വ്യാപാരികൾക്കെതിരായി അതിശക്തമായ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഉണർവിന് എല്ലാ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. ലഹരി